ഹലോ, നമസ്കാരം. വേൾഡ് ഫിഷിംഗ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞൊരു കുക്കിംഗ് വീഡിയോ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. നമുക്ക് കഴിഞ്ഞ ദിവസം കിട്ടിയ വാളയും വാകയും വെച്ചിട്ട് ഒരു ബിരിയാണി ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നമ്മളിന്ന് നടത്തുന്നത്. അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് നമ്മളിപ്പോൾ കടയിൽ വന്നിട്ടുണ്ട്. സാധനങ്ങളെല്ലാം വാങ്ങിച്ച് നമുക്ക് ജോബേഷിൻ്റെ വീട്ടിൽ ചെല്ലണം. അവിടെയാണ് നമ്മൾ പരിപാടി പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ജോബേഷിൻ്റെ വീട്ടിലെത്തി. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് മീൻ ഡ്രസ്സ് ചെയ്തെടുക്കാനുള്ള പരിപാടിയാണ്. ഇത് വൈശാഖ വലിയ കത്തിയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് കല്ലയിലൊക്കെ വരച്ച് മൂർച്ചയൊക്കെ കൂട്ടുണ്ട്. അങ്ങനെ പോത്തിനെ മുറിക്കാനുള്ള പരിപാടിയാണ് എനിക്ക് തോന്നണേ. അവിടെ വൈശാഖ ഏതാ മീനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പോത്തിനെ മുറിക്കാനല്ല, ആമാര് മുറിക്കണ്ട, കത്തി തീർന്നു പോകും. അപ്പോൾ നമുക്ക് ആദ്യം മീൻ ഡ്രസ്സ് ചെയ്തെടുക്കാം, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാം. അപ്പോൾ അത് മീൻ ഡ്രസ്സ് ചെയ്ത് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജോബേഷ് മീൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ വാളയും ചെറുമീനും കട്ട് ചെയ്ത് പീസാക്കി എടുക്കണം. ഇന്നിപ്പോൾ ജോബേഷായിട്ട് ഇന്നത്തെ നമ്മുടെ കുക്ക്. ജോബേഷും വൈശാഖും കൂടി കുക്ക് ചെയ്യും, ഞാൻ തിന്നാൻ സഹായിക്കും. എനിക്ക് തിന്നാൻ മാത്രമേ അറിയുള്ളൂ, അതുമല്ല ഞാനതുകൊണ്ട് പതുക്കുന്ന ക്യാമറയൊക്കെ ആയിട്ടവരുടെ കൂടെ കൂടി, അതായിരിക്കും ഇച്ചിരി കൂടെ ബെറ്റർ എന്ന് തോന്നി. അപ്പോൾ നമുക്കിഞ്ഞത് പീസ് കട്ട് ചെയ്ത് എത്ര പീസ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. രണ്ട്, നാല്, ആറ്, എട്ട്, പത്ത്, 12, 14, 16, 15, 20, 22, 26, 28, 30 പീസ്. അതെ, 32 പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആ 2 മീനിനും കൂടെ കുറേ ബാലൻസ് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് കൂടാണ്ട് കിട്ടിയേക്കണം 32 പീസ്. ഏകദേശം മീനിൽ മസാല പുരട്ടാനുള്ള പരിപാടിയാണ്. നല്ല അടിപൊളിയായിട്ട് നാരങ്ങ നീരൊക്കെ പിഴിഞ്ഞ് വെച്ച് ബാക്കി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് അടിപൊളിയായിട്ട് സെറ്റാക്കണം. അയ്യോ, പടക്കം പൊട്ടണക്ക് എന്നാ ഒച്ചയായി കേൾച്ചു. നമ്മളാദ്യം കരിയാപ്പില എണ്ണയുടെ മേളിൽ ഞങ്ങൾ പൊരിഞ്ഞ വിളമ്പന്മാരാ, ഒറ്റ പൈപ്പുള്ളൂ. ഈ ഉള്ളിലോട്ട് നമ്മൾ ചീഞ്ഞട്ടിയിൽ ആദ്യം കരിയാപ്പില വെച്ചു, അതിൻ്റെ മുകളിലേക്ക് മീൻ സെറ്റാക്കി വെക്കുന്നുണ്ട്. നെയ്യ് ഇറങ്ങാനുള്ള വാളയില്ല, ആ വാള നെയ്യ് ഇറങ്ങാറായില്ല. ചൂട് നല്ല ചൂടാണല്ലോ. ആ സെൻറ്ററിൽ ഫ്രീ ഉണ്ട്. മൊത്തം പോവോ? പറക്കി വായിലേക്കിടാനല്ല പറഞ്ഞു. നല്ല കൂടുതലുണ്ട്. എടാ വൈശ, ആ തീറ്റ് പുറകോട്ട് വലിച്ചിടാം. അങ്ങനെ കൊണ്ടിട്ടുണ്ടോ? തക്കാളി ഇട്ടു. ആ നിൽക്കട്ടെ, കുറച്ച് പറ്റി പോവും. ഇതിനകത്ത് എണ്ണ ഇറങ്ങി. നമ്മൾ നെയ്യ് ഒഴിച്ചു, അതിൻ്റെ പുറകിൽ നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചു. ആ എത്രയാണ്? ഒരു നാരങ്ങ രണ്ടായിട്ട് കൊടുക്കാം. 2 നാരങ്ങ, 2
ഇതിനകത്ത് ഓ നെയ്യ് ദമ്മ് സെറ്റ് ചെയ്യാനുള്ള നെയ്യ്. ദമ്മ് സെറ്റ് ചെയ്യാൻ പോവാണ്. ചെമ്പിനകത്ത് നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ലേശം കുഴക്കൂട്ടോ. എൻ്റെ ഹാഫ് ഇട്ടാൽ മതി. വെള്ളമുണ്ട്. വെള്ളം ഞാൻ പറഞ്ഞില്ലേ, നന്നായിട്ട് വെള്ളം ഒഴിച്ച് എനിക്ക് ഒരു ദിവസം പണി കിട്ടോട്ടെ നന്നായിട്ട് വെള്ളം ഒഴിക്കാൻ തന്നെ. അതായത് നിങ്ങൾ വെള്ളം കൂടുതലാണ്. കുഴപ്പമൊന്നുമില്ല, കട്ട പിടിച്ചിട്ടൊന്നുമില്ല. കട്ട പിടിക്കൊന്നുമില്ല. മതിയടേ. ഞങ്ങൾ ഒരു ലെയർ അരി ഇട്ടു. കശുവണ്ടി, മുന്തിരി, പൈനാപ്പിള്, സവോള. വറക്കണ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് ഞാൻ അടുത്തെന്ന് ഓർക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ എല്ലാം ഓടി പോകില്ല. അതിനകത്തേക്ക് നമ്മൾ മസാല സെറ്റ് ചെയ്യണം. മാവും വേണ്ട, മമ്മാണിയും വേണ്ട. നമ്മുടെ ദമ്മ ഓൾറെഡി പൊട്ടിക്കാൻ തുടങ്ങുകയാണ്. അടി വിളിച്ച് ദമ്മ് പൊട്ടിച്ച് മണം വന്നുണ്ട്. കാഴ്ചക്ക് തിന്നാനും തോന്നുന്നുണ്ട്. നല്ല വിശക്കുണ്ടത് കുഴഞ്ഞിട്ട് കയറുന്നില്ല. അടിപൊളി മോനെ, സെറ്റായിട്ടുണ്ട്. അവസാനം പ്ലേറ്റിലേക്ക് വന്ന വരെ എല്ലാവർക്കും കുറച്ച് കൺട്രോൾ ഉണ്ടായിരുന്നു. പ്ലേറ്റിലേക്ക് വിളമ്പി വെച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് കൺട്രോൾ കുറഞ്ഞു. എന്നാ പറയാം, അച്ചാറുള്ള സമയം പോലും കൊടുക്കുന്നില്ല. ഇതിപ്പോൾ എങ്ങനെയെങ്കിലും ഈ വിളമ്പലം തീർന്നു കിട്ടിയാന്ന് പറഞ്ഞാൽ ആൾക്കാർ ഇരിക്കണത്. വേറെ കാര്യം ഷാനൂക്ക. അപ്പോൾ നമ്മുടെ ബിരിയാണി ഷാനൂക്ക ടേസ്റ്റ് ചെയ്യാൻ പോകാം. ഇവിടെ ഒരാൾ ഒന്നും അറിയാണ്ട് മടാന്ന് അടിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബായ്.